ഒരു PDPP ആക്ട് ചുമത്തി തിടുക്കപ്പെട്ടുകൊണ്ട് 2 വണ്ടി പോലീസ് വീട് വളയുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, എല്ലാം തിടുക്കത്തിലായിരുന്നു. താങ്കൾ എന്താണ് ഈ സംഭവത്തിൽ വിശകലനം നടത്തുന്നത്? ഗവൺമെന്റ് വളരെ തെറ്റായ നടപടിയാണ് എടുത്തത്. പോലീസിനെ ആയുധമായി വിനിയോഗിക്കുകയായിരുന്നു. PDPP ആക്ടിനകത്തെ പ്രതികൾ കേരളത്തിലെ മന്ത്രിസഭയ്ക്കാക്കി. അവരാ കേസിലെ പ്രതികളല്ലേ? എന്താ അവിടെയൊന്നും നടപടിയില്ലാത്തത്? അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയല്ലേ അൻവർ. അൻവറിനെതിരായിട്ട് മാത്രം എന്താണ് ഈ നടപടിയെടുക്കാൻ കാരണം? അതും അൻവറിന്റെ വീട് വളഞ്ഞിട്ട് ഒരുമാതിരി കൊള്ളക്കാരെ പിടിക്കുന്നത് പോലെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയല്ലേ ഈ നടപടിയൊക്കെ എടുത്തത്. അല്ലാതെ മാന്യമായി ചെയ്യാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു? PV അൻവറിനോട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ അയാൾ എതിർക്കുമായിരുന്നു. അപ്പൊ സ്വാഭാവികമായും PV അൻവറിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള നടപടികളാണ് നടത്തിയത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അൻവറിനെ തന്നെ ഉന്നം വെച്ചുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, നിയമസഭ തല്ലിപ്പൊളിച്ച കേസ് എന്ന് പറയുന്നത് കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മൾ മറക്കാത്തൊരു സംഭവമാണ്. അങ്ങനെ നിയമസഭ തല്ലിപ്പൊളിച്ച അവിടുത്തെ പൊതുമുതലിന് കേടുവരുത്തിയ ആളുകൾക്ക് ഇതുവരെ ഈ പറയുന്ന അറസ്റ്റ് നടപടികളെ നേരിടേണ്ടി വന്നിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ പിന്നീടെടുത്ത സമീപനം എന്താണ് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ വലിയ വിമർശന വിധേയമായിട്ടുണ്ട്. DFO ഓഫീസ് തല്ലിപ്പൊളിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കൃത്യമാണ്, വനമന്ത്രി തന്നെ പറയുന്നത് സ്വാഭാവികമായി ചുമത്തപ്പെടുന്ന വകുപ്പുകളാണ് എന്നുള്ളതാണ്. പക്ഷെ FIR ഇട്ട് മണിക്കൂറുകൾക്കകം ഒരു ജനപ്രതിനിധിയുടെ അറസ്റ്റ് ഉണ്ടാവുകയാണ്. പ്രിവിലേജുകൾ എല്ലാവർക്കും ഒരുപോലെയല്ലേ ഉണ്ടെങ്കിൽ? അത് തന്നെയാണ് ഞാൻ ചോദിച്ച ആദ്യത്തെ എന്റെ ചോദ്യം. ഇത് തന്നെയാണ്. കാരണം PDPP ആക്ടിനകത്തെ പ്രതി ഈ ക്യാബിനറ്റ് അകത്ത് ഇടതും വലതുമായിട്ടിരിക്കുകയാണ്. ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് പറയുന്നത് PDPP ആക്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾ വീട് കയറി അറസ്റ്റ് ചെയ്തു എന്ന്. തികച്ചും നിയമപരമായിട്ടാണ് ചെയ്തത് എന്ന്. എന്ത് നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ അൻവറിനോട് പോലീസിന് മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ ചെയ്യുമായിരുന്നില്ലേ? കുറച്ചുകൂടി ഒരു സംസ്കാര സമ്പന്നമായ പെരുമാറ്റം ആകുമായിരുന്നില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ അൻവറിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള നടപടിയായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം, അൻവറിന്റെ ദേഹരക്ഷയും അദ്ദേഹത്തിന്റെ ജീവനും രക്ഷിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ജയിലിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ തെറ്റ് ചെയ്തിട്ടുള്ള പോലീസ് ഇവിടെ ഒരു കുറ്റകൃത്യത്തിലേക്കുള്ള നടപടി എടുത്തിട്ടുള്ള പോലീസ് സ്വാഭാവികമായും ഇങ്ങനെ ഒരു നടപടി കൂടി എടുക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് അൻവറിന്റെ ജീവന് സംരക്ഷണം കൊടുക്കുവാനുള്ള ബാധ്യത പോലീസിലുണ്ട്, ഈ ഭരണകൂടത്തിലുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ പ്രതികരിച്ചതിന്.